കുറേ നാളുകൂടി ഞങ്ങളൊന്ന് ഒത്തുകൂടി കേട്ടോ. ഇവരെല്ലാം കുറച്ച് ആൾക്കാർ നാട്ടിൽ പോയിരിക്കുന്നു, കുറച്ച് ആൾക്കാർ സിക്ക്, അങ്ങനെയൊക്കെ ആയിക്കൊണ്ട് ഒത്തിരി നാളായി എല്ലാവരും ഒക്കെ ഒന്നിച്ച് കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു നമുക്ക് ഈസ്റ്റാമിൽ പോയി ഫുഡ് അടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഈസ്റ്റാമിൽ വന്ന് എല്ലാവരും തിരക്കിട്ട് മെനു നോക്കും എന്താ ഓർഡർ ചെയ്യുന്നത്. ഞങ്ങൾ നോർമലി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറേ ഫുഡ് അങ്ങ് ഓർഡർ ചെയ്യും. എന്നിട്ട് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് എല്ലാം ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ചെയ്യും. പിള്ളേരധികം ഓർഡർ ചെയ്യത്തില്ല, അവർക്ക് എപ്പോഴും എന്താ പറയുക ബീഫും പൊറോട്ട അതൊക്കെയാണ് അവർക്കിഷ്ടം. ഇത് മുളക് ബജി കേട്ടോ. പക്ഷേ സ്റ്റാർട്ടേഴ്സിൻ്റെ ഒന്നും എല്ലാ വീഡിയോസും കിട്ടിയില്ല. എല്ലാവരും ആക്രാന്തം കാരണം എല്ലാവരും തിന്നുന്ന തിരക്കിൽ ഞാനും മറന്നുപോയി എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. അത് ബീഫ് ബിരിയാണി ആയിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ മറ്റേ കൈമ റൈസൊക്കെ ഇട്ട്. ഇത് നിധി പൊറോട്ട. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ നിധികളുണ്ട്, എന്താ പറയുക ബീഫ് മുട്ടയൊക്കെ ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ. ഇത് കാന്താരി കപ്പ കേട്ടോ, അടിപൊളി ബീഫും കാന്താരി പ്രോൺസ് ഇതും നല്ലതായിരുന്നു. നല്ല കാന്താരിയുടെ ടേസ്റ്റ് ആട്ടോ ഇതിനൊക്കെ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഈ പറയുന്ന പോലെ എല്ലാം എടുത്ത് കഴിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും പ്രത്യേകിച്ച് വായിലങ്ങ് ടേസ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ അതും ഇതും എല്ലാം തിന്ന് അടിപൊളിയായിരുന്നു. പക്ഷേ നല്ലൊരു വൈബായിരുന്നു. അങ്ങനെ നമ്മൾ ഈ മീൻ വാങ്ങിച്ചു കേട്ടോ. അവസാനം മീൻ ഇങ്ങനെ ആരും തുറക്കാതിരിക്കുക, ബാക്കിയെല്ലാം തിന്ന്. അറ്റ്ലാസ്റ്റ് ഞങ്ങളത് ഡിസൈഡ് ചെയ്ത് ആദ്യം നമ്മൾ പറയും പാക്ക് ചെയ്യാമെന്ന്. പിന്നെ നമ്മൾ ചോക്കെ വേണ്ട, നമുക്കങ്ങ് എടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ മീനെടുത്ത്, ഇത് മീൻ പൊള്ളിച്ചതാണ്, ആവോലി പൊള്ളിച്ചതാണ്. ലാസ്റ്റ് ടൈം അടിപൊളിയായിരുന്നു ഇത്. അങ്ങനെ ചട്ടിക്കകത്ത് ഈ കപ്പയൊക്കെ കൊണ്ടുവരുന്നു കേട്ടോ. അതൊക്കെ മര്യാദ കണ്ടോ ചട്ടിക്കകത്തൊക്കെ കളിച്ച് വാരി തിന്നുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞുള്ള ടേബിളിൻ്റെ അവസ്ഥയാണിത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ ഷർബത്ത് കുടിച്ചു. നല്ല രസമുണ്ടായിരുന്നു ഷർബത്ത്. ആണുങ്ങളെല്ലാം പക്ഷേ ഷോപ്പിങ്ങിന് പോയി. നമ്മൾ ഈസ്റ്റാമിൽ പോകുമ്പോഴേ ഇന്ത്യൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതേ പിള്ളേരിയ്ക്കുന്നു. ഈ പിള്ളേർക്ക് ഇഷ്ടമില്ല കേട്ടോ പിള്ളേരുടെ വീഡിയോ എടുക്കുന്നത്. നോക്കിയാൽ അവിടെയൊക്കെ നോട്ടം കണ്ടോ. അങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ.